ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്റെ ഭർത്താവിനെ 2-3 തവണ കെട്ടും. ഓ, അപ്പൊ നീ വലിയ സന്തോഷത്തിലാണല്ലേ? അതെ, വലിയ സന്തോഷം തന്നെയാ. അപ്പോ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കാണുമല്ലോ? തീർച്ചയായിട്ടും കാണും. എന്തായാലും നീ രണ്ടാമത് കല്യാണം കഴിക്കുമല്ലേ? നിയമപരമായി ഞാനിപ്പോഴും നിന്റെ മൂത്ത ഏട്ടത്തെയാണ്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. നീ മറക്കും, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഏട്ടത്തിയമ്മ നിനക്കൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒരു സമ്മാനവും ആവശ്യമില്ല. ഷേ, അങ്ങനെ പറയല്ലേ. നിനക്ക് കണ്ടു രസിക്കാൻ ചില വീഡിയോകളും ഫോട്ടോസും ഒക്കെ ഞാൻ അയച്ചിരിക്കുന്നെ. നീ അതൊക്കെ ഒന്ന് കാണ്, കണ്ടൊന്ന് ആസ്വദിക്കുന്നേ. എനിക്കിപ്പോ അതിനൊന്നും സമയമില്ല. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങാം. നിങ്ങളുടെ സമ്മാനം എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് തുറന്നു നോക്കാനും പോകുന്നില്ല. ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ല, നിന്റെ ലാസ്റ്റ് നൈറ്റാ. ഇന്നത്തോടെ തീരും നിന്റെ എല്ലാ സന്തോഷങ്ങളും. തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോഴും എല്ലാ വില്ലത്തികളും പറയുന്ന ക്ലീശ ഡയലോഗാ ഇത്. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? ഞാൻ നിനക്ക് അയച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഇപ്പൊ നീ നോക്കിയില്ലെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കും. സമയം കിട്ടുമ്പോ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്നെ ചതിക്കുന്നത് ആരാണെന്ന്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. അച്ചു, നീ എന്തുവാ ഈ ചെയ്യുന്നേ? തന്നെ ഇറങ്ങിയ സമയമായി. ഓ എടി കൊച്ചേ, നീ ആ ഫോണൊന്ന് മാറ്റി വെച്ചേ. വാ ഇറങ്ങാ മോളെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ ഇറങ്ങാം. അവിടെ എല്ലാരും റെഡി ആയിട്ടിരിക്കുക. അതെ, അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കേ. എന്തായാലും ഒരു താലി കഴുത്തിൽ അണിയാൻ പോവല്ലേ. എങ്ങനെയുണ്ട് അച്ഛന്റെ മോൻ? ഒരുങ്ങിയത് ഇത്തിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ആണോ? അല്ലേ? അച്ഛനാക്കിയതാണല്ലേ? അല്ലടാ, ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കളയാന്ന് വിചാരിച്ചു. അല്ല, അർച്ചനയും നീയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? അതോ അവിടെ ചെല്ലുമ്പോ അവള് കല്യാണം വേണ്ടെന്ന് പറയോ? അയ്യോ അച്ഛൻ, കരുനാക്കെടുത്ത് വളക്കല്ലേ. എല്ലാം ഞാൻ ഒരുമാതിരി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്ക. അപ്പൊ ഇവരുടെ പിണക്കമൊക്കെ മാറുന്ന ലക്ഷണമുണ്ട്.